Hello, Namaste. Welcome back to WinTrader. WinTrader ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ത്രൂ എങ്ങനെ എടുക്കാമെന്നാണ്. നമ്മുടെ സിഗ്നൽ വന്ന ശേഷം എങ്ങനെ നമ്മൾ അതിനെ കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം എങ്ങനെ ട്രേഡ് എടുക്കാം, അതിൻ്റെ ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ലൈവാണ്. അപ്പം നമുക്ക് ഓൾറെഡി ഒരു ബൈ സിഗ്നൽ സെൽ സിഗ്നൽ നമുക്ക് രാവിലെ കിട്ടിയായിരുന്നു, പക്ഷേ ഇത് കൺഫേം അല്ല. ഇപ്പോൾ മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബൈ സിഗ്നൽ വരുമോ ഇല്ലോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ സിഗ്നൽ വരുമ്പോൾ നമ്മൾ എല്ലാത്തിലും കയറി ട്രേഡ് എടുക്കല്ലേ, നമ്മൾ കൺഫർമേഷൻ കൂടെ ചെക്ക് ചെയ്യണം. കൺഫേം ആണെങ്കിൽ മാത്രമേ ആ ട്രേഡ് എടുക്കാവൂ. കൺഫേം ആണെങ്കിൽ അപ്പോൾ ഇപ്പം നോക്കിയാൽ നമുക്കൊരു ബൈ സിഗ്നൽ വന്ന് ബൈ സിഗ്നൽ വരുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജും വരും, പോപ്പപ്പ് മെസ്സേജ് വിത്ത് സൗണ്ട് എഫക്റ്റ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് കൺഫർമേഷൻ നോക്കണം. ഫസ്റ്റ് കൺഫർമേഷൻ പ്രൈസ് ബൈ സോണെന്ന് എഴുതി കാണിക്കാൻ വേണം. രണ്ടാമത്തെ കൺഫർമേഷൻ ആരോടെ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ ട്രേഡ് എടുക്കാം. അപ്പം ഞാൻ പറഞ്ഞ അലേർട്ടിലും ആ എൻട്രി പോയിന്റ് നമുക്ക് അലേർട്ടിൽ എഴുതി വരും, അല്ലെന്നുണ്ടെങ്കിൽ ആ മുകളിലത്തെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻട്രി പോയിന്റ്. അപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്ന അത് എൻട്രി കിട്ടി കഴിയുമ്പോൾ നമുക്ക് താഴത്തെ അതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ എഴുതി വരിക. നമുക്ക് സിഗ്നൽ വന്നാൽ ഈ പോപ്പപ്പും വരും, അതനുസരിച്ച് ആ സിഗ്നലിൻ്റെ 3 ടാർഗറ്റ് എഴുതി കാണിക്കും, സ്റ്റോപ്പ് ലോസ് എഴുതി കാണിക്കും. സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഫോളോ ചെയ്യുന്ന റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് എൻട്രി ചെയ്ത് നമ്മൾ എൻട്രി പോയിന്റ് എന്ന് വെച്ചാൽ 35,504 നമ്മൾ ബൈ എടുത്ത്, കാരണം ബൈ സിഗ്നൽ കൺഫേം ആയിരുന്നു. താഴത്ത് പ്രൈസും ബൈ സോൺ ആണ്, ബാർ കൺഫർമേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ ആ ബൈ എടുത്ത്. ഫസ്റ്റ് കൺഫർമേഷൻ 35,000 ടാർഗറ്റ് 35,582.10 നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് വരുന്നത് 35,644.60. പിന്നെ തേർഡ് ടാർഗറ്റ് 35,707. അപ്പം നമ്മൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നോർമലി റിസ്ക് അധികം എടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ ആയിരിക്കും ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. റിസ്ക് എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത ശേഷവും മാർക്കറ്റ് നല്ല ട്രെൻഡി മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് റീ എൻട്രിയുടെ ഓപ്ഷൻ സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ റീ എൻട്രിയിൽ ഓപ്ഷനിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡിങ്ങിൽ ഉണ്ടാകുന്ന ലോസിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, നമുക്ക് ലോസിനെ റെഡ്യൂസ് ചെയ്ത് എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പം നമുക്ക് സിഗ്നൽ കൺഫേം വന്ന് ടെക്നിക്കൽ സോഫ്റ്റ്വെയറിൽ നമുക്ക് കൺഫർമേഷൻ ചെക്ക് ചെയ്ത് എൻട്രി ചെയ്താൽ ഒരു 80 to 90%, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ത്രൂ നിങ്ങൾ കൺഫർമേഷൻ ചെക്ക് ചെയ്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80 to 90% ആക്യുറസി ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി എൻട്രി ചെയ്തത് 504 504 എൻട്രി ചെയ്ത് നമ്മുടെ ടാർഗറ്റ് 82.10 അത് ഏകദേശം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കും. നിങ്ങൾ നോക്കിയാൽ നമ്മൾ അലേർട്ട് വരും. അതായത് നമ്മൾ ടാർഗറ്റ് നമ്മൾ ഡയറക്റ്റ് എൻട്രി വരുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജ് കിട്ടും. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് അലേർട്ട് മെസ്സേജ്, അത് സൗണ്ട് എഫക്റ്റ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെൽ സൗണ്ടോടുകൂടി അത് കേൾക്കാൻ കൂടി പറ്റും. മേഖലത്തെ ഡാഷ്ബോർഡ് നിങ്ങൾ നോക്കിയാൽ സ്റ്റാറ്റസ് 1 ഹിറ്റൊന്നും അവിടെ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്ത് പിന്നെ നമ്മൾ സെക്കൻഡ് ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മൾ റിസ്ക് അധികം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ്, ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് 35,644.60. അത് അപ്പം നമ്മൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു ലോട്ട് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ചെയ്തത് 35,504. അപ്പോൾ നമ്മൾ സെക്കൻഡ് ടാർഗറ്റും കൂടെ അടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ലോട്ടിൽ 3,515 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് ഒരു സിംഗിൾ ലോട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ എൻട്രി ചെയ്തത് ബൈ എടുത്തത് 35,504. അപ്പോൾ ഞാൻ സെക്കൻഡ് ടാർഗറ്റും കൂടെ നമ്മൾ സെക്കൻഡ് ടാർഗറ്റ് ഓക്കെ സെക്കൻഡ് ടാർഗറ്റും വന്നിട്ടുണ്ട് 35,644.60 നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ്. അതായത് നമ്മൾ ടോട്ടലി ഒരു ലോട്ടിൽ സിംഗിൾ ലോട്ടിൽ 3,515 രൂപ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. ഇതാണ് നമ്മുടെ WinTraderന്റെ പവർ. അതായത് ഇത് ലൈവിലാണ് വർക്ക് ചെയ്യുന്നത്, റിയൽ ടൈം മാർക്കറ്റിൽ വർക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് സിഗ്നൽസ് കാണിച്ചു തരുന്നത്. അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കാണിച്ചു തരും. ബൈ സെൽ സിഗ്നൽസ്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് എല്ലാം കാണിച്ചു തരും. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് മാനുവലി നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടത് ആ സിഗ്നൽ കൺഫേം ആണോ അല്ലെന്ന് മാത്രം നിങ്ങളവിടെ ചെക്ക് ചെയ്യാൻ മതി. വേറെ ഒന്നും ചെക്ക് ചെയ്യേണ്ട, ബാക്കിയെല്ലാം സോഫ്റ്റ്വെയർ നമുക്ക് കാണിച്ചു തരും. ഇതേ സെയിം സ്റ്റാർട്ട് നിങ്ങൾക്ക് MCX യൂസ് ചെയ്യാം, NSE ക്യാഷ് ഫീച്ചർ ഓപ്ഷൻസ്, കറൻസീസ്, അഗ്രി, കോമെക്സ്, ഫോറക്സ് എല്ലാത്തിലും യൂസ് ചെയ്യാം. ഇത് തന്നെ നമുക്ക് ഓപ്ഷൻ ഇൻഡെക്സ് ഓപ്ഷൻ നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 35,000 35,600 അല്ലെങ്കിൽ 500
ഇതിൻ്റെ കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ നമുക്ക് സെപ്പറേറ്റ് ചാർട്ടിൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇതുപോലെയായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചാർട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് ലൈവായിട്ടാണ്. ഇത് നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക. എൻ്റെ പേര് ഗംഗ എന്നാണ്. 9061973737 ഈ നമ്പറിൽ എൻ്റെ ഒഫീഷ്യൽ വാട്സപ്പും ഉണ്ട്. ഈവൻ സാറ്റർഡേ ആൻഡ് സൺഡേ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഓഫീസിൽ വരണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഡയറക്റ്റ് വരണം, വിസിറ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുപോകാം. നമ്മളപ്പോൾ നേരിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.